കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രതിയായതിനു പിന്നാലെ INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെതിരെ പാർട്ടിക്കുള്ളിലും പടയൊരുക്കം. കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്ന കേസിൽ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് സർക്കാർ അനുമതി നൽകിയതോടെയാണ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് നടപടി ആവശ്യപ്പെട്ട് സമ്മർദ്ദം ശക്തമായിരിക്കുന്നത്. അഴിമതി കേസിൽ CBI വിചാരണ നേരിടേണ്ടി വരുന്ന പശ്ചാത്തലത്തിൽ ആർ ചന്ദ്രശേഖരൻ INTUC സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അടിയന്തരമായി രാജിവെക്കണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം INTUC സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് സംഘടനാ തലത്തിൽ നടപടി ഉറപ്പാക്കാനുള്ള നീക്കം കോൺഗ്രസ് ദേശീയ നേതൃത്വം സജീവമാക്കിയിരിക്കുകയാണെന്നും സൂചനകൾ പുറത്തുവരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കെ വിദേശത്ത് നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBI സർക്കാരിന്റെ അനുവാദം തേടിയത്. സർക്കാർ ആ പ്രോസിക്യൂഷന് ശുപാർശ നൽകിയതോടെയാണ് വിചാരണ നടപടികളിലേക്ക് CBI കടക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതോടെയാണ് രാഷ്ട്രീയമായി ചന്ദ്രശേഖരനെതിരെ ഇതൊരു വലിയ നീക്കമായി കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി, ആയുധമായി ഉപയോഗിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമീപിച്ച് ആർ ചന്ദ്രശേഖരൻ ഉൾപ്പെട്ട കമ്മിറ്റിയെ പൂർണ്ണമായി മാറ്റണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ ഈ വിഭാഗം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അത് അഴിമതിക്കെതിരായ ശക്തമായ ഒരു സന്ദേശം കൂടിയായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും ഈ എതിർ വിഭാഗം ആരോപണങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഈ പ്രശ്നം ഇത്തരം ഗൗരവമായ തരത്തിലേക്ക് മാറുകയും പ്രതിപക്ഷ കക്ഷികൾ അതിനെ രാഷ്ട്രീയമായി കോൺഗ്രസിനെതിരെ ആയുധമാക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അടിയന്തരമായി INTUCയുടെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിക്കുന്നതിനുമുള്ള ചർച്ചകളാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയതിലൂടെ തൻ്റെ ഭാഗം നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ അറിയിക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന നിലപാടിലാണ് ആർ ചന്ദ്രശേഖരനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗവും. അതേസമയം ആരോപണങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് സത്യമല്ല എന്ന് തെളിയിക്കാനുള്ള സാവകാശം അദ്ദേഹത്തിന് നൽകണമെന്നും അതുവരെ മാറി നിന്നാൽ മതി എന്നും ഒരു നിലപാട് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ സ്വീകരിച്ചിട്ടുണ്ട്. അവർ അക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി സംഘടനയുടെ തലപ്പത്ത് തുടർന്നാൽ അത് നൽകുന്ന സന്ദേശം തെറ്റായിരിക്കും എന്ന ഒരു ബോധ്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് INTUC സംസ്ഥാന കമ്മിറ്റിയിൽ അടിയന്തരമായ ഒരു പുനഃസംഘടനയ്ക്ക് നിലവിൽ കളമൊരുങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.